അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ ഈമാൻ്റെ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നിടത്ത് ഏത് തലത്തിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ശരിക്ക് അതിൻ്റെ മർമ്മം നഷ്ടപ്പെട്ടിരിക്കണം. നമ്മൾ അമലുകളും നമ്മളെ കാര്യങ്ങളും എല്ലാം ബഹുമാനപ്പെട്ട മശായിഖന്മാർ പറഞ്ഞ രൂപത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളെ മർമ്മം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊന്ന് തസൂഫ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ശൈഖ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. നമ്മളെ മർമ്മം എന്ന് പറഞ്ഞാൽ ശരിക്ക് തസൂഫായിരുന്നു, ഇഹ്സാനായിരുന്നു, നമുക്ക് നഷ്ടപ്പെട്ടു. അമലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൂട്ടായ്മകളുണ്ട്, എല്ലാ ശിആറുകളും നമ്മൾ കൊണ്ടുനടക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗം നഷ്ടപ്പെട്ടു. ഇനി ശൈഖിനെ കിട്ടിയവർക്കാണെങ്കിലോ അതിൻ്റെ മർമ്മം നഷ്ടപ്പെട്ടു. എന്താണ് അതിൻ്റെ കമാലിയത്ത് എന്നല്ല, അത് അത്ഭുതങ്ങൾ കാണിക്കാനും അസുഖങ്ങൾ മാറ്റാനും, അങ്ങനെ ഒരു അത്ഭുത ലോകത്ത് ജീവിച്ചാലേ ശൈഖാവോട് ചിന്തയില്ല, അതും അവിടെയും അതിൻ്റെ മർമ്മം നഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കിതൊക്കെ തിരിച്ചു പിടിക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരായ നമ്മളെപ്പോലത്തെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് ഇത്രയും പരിശുദ്ധമായ ഈ തൗഹീദും ഈ സിൽസിലയും ഓസോള്ള പാപ്പാൻ്റെ വഴിയും ഖാദിരിയ ചിശ്തിയ വഴികളൊക്കെ എങ്ങനെ നഷ്ടപ്പെട്ടു? നമ്മളെ സർവ്വ കിതാബുകളിലും സർവ്വ മഹാന്മാരും ഇതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളെ വയലുകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അവരുടെ ആണ്ടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ അവരെ പാത നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കണം. ഇത് വലിയൊരു ചതിയാണ്. അത് അതിൻ്റെ ഹിസ്റ്ററി പഠിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇത് സയനിസം നമ്മൾ ചതിച്ചതാണ്, ബ്രിട്ടീഷുകാർ ചതി തന്നെയാണ്. അപ്പം ഇതിൽ മുഖ്യ പങ്ക് വഹിച്ചിരിക്കുന്നത്, ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരിക്കുന്നത് വഹാബിസമാണ്. വഹാബിസം കൊണ്ടാണ്. അവർ പറഞ്ഞ് നമ്മൾ വ്യക്തിപൂജൻ്റെ ആൾക്കാരാണ്, സുന്നത്ത് ജമാഅത്തിൻ്റെ ആൾക്കാരൊക്കെ വ്യക്തിപൂജൻ്റെ ആൾക്കാരാണ്, ഖബറാരാധകരാണ് എന്നും പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്തു? ഇതിൻ്റെ സത്തിൽ നിന്ന് മാറ്റി നിർത്തി. അപ്പോൾ കുറേയൊക്കെ കേട്ടപ്പോൾ നമുക്ക് എന്ത് തോന്നി? ശരിയാണല്ലോ, ഖുർആൻ പോരെ, ഹദീസ് പോരെ, എന്തിനാ നമുക്ക് ഇനി ഒരു വ്യക്തി, അതിന് അള്ളാഹിൻ്റെ ഇടയിൽ ഒരു വ്യക്തിനെ വെക്കേണ്ട ആവശ്യം? ഇതിൻ്റെ വഹാബികളും സുന്നികളും തമ്മിലുള്ള വ്യത്യാസം. ഒരു പറഞ്ഞത് ഖുർആൻ മതി, അള്ളാഹ് മതി, ഹദീസ് മതി, തിരുചര്യം മുറുകെ പിടിച്ചാൽ മതി എന്നാ പറയണത്. സുന്നി പറഞ്ഞത് പോരാ, ഒരു വ്യക്തി വേണം എന്നാണ്. റസൂലുള്ളാഹിങ്ങൾ എന്നൊരു വ്യക്തി വേണം, അവിടുത്തെ ശേഷം സഹാബാക്കൾ എന്ന വ്യക്തികൾ വേണം, താബീങ്ങൾ വേണം, അത് ഖിയാമത്ത് നാൾ വരെ തുടരുമെന്നും അവരിലൂടെ മാത്രമേ അള്ളാഹുവിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ വാദം. എന്നാൽ സുന്നികളായ നമ്മൾക്ക് എത്ര പേർക്ക് ആ വാദം ഇപ്പോൾ ഉള്ളിലുണ്ട് എന്ന് ആലോചിച്ച് നോക്ക്. ഇല്ല, എന്തൊക്കെയോ സംഭവിച്ചിരിക്കുക. എന്നാലോ മുറിഞ്ഞ സുന്നികളായി നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ സംഘടനയാണ് വലുത്. സംഘടന ഒരു വ്യക്തിയില്ലല്ലോ. സംഘടന ഒരിക്കലും അള്ളാഹുവിലേക്കുള്ള പാതയല്ല. സംഘടന നമുക്ക് വേണം, ഒരുപാട് സംഗതികൾ നേടിയെടുക്കാനും ഇവിടെ ജീവിക്കാനും. ഒരു സൊസൈറ്റി ആക്ട് പ്രകാരം ഒരു സംഘം വേണം, അത് നമ്മൾ ചെയ്തേ പറ്റൂ. പക്ഷെ അത് ദീനാന്ന് കരുതരുത്, അത് ദീനിലാവണം എന്ന നിബന്ധന ഉണ്ട്, അല്ലെങ്കിൽ അത് നമുക്ക് പറ്റൂല. സംഘടന ദീനിയാവണം, വലിയ പറ്റൂല. പക്ഷെ സംഘടന ഇന്ന സംഘടനയുടെ ആളായി എന്നുള്ളത് കൊണ്ട് അയാൾ മുഅ്മിനാവൂല, അങ്ങനെ ആരും പറയാൻ പാടില്ല. നമ്മൾ നിൽക്കുന്ന സംഘടന മുഅ്മിനീങ്ങളെ കൂട്ടമായിരിക്കണം, ഇസ്ലാമും ഈമാനും അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് മാത്രം, അല്ലെങ്കിൽ അതും അംഗീകരിക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെ ഉള്ള സംഘടനകൾ അംഗീകരിച്ചു, ഇസ്ലാമിൻ്റെയും എല്ലാ ചൈതന്യവും ഉൾക്കൊള്ള സംഘടനയാണ്. ആ സംഘടന നിങ്ങൾ അംഗീകരിച്ചെന്ന് കരുതി നിങ്ങൾ മുഅ്മിനാവില്ല, മുസ്ലിം ആവില്ല. അത് വ്യക്തിപരമായി ആകേണ്ട സംഗതിയാണ്. അതിലൊരു ശൈഖ് തന്നെ വേണം. അത് ഒരു സംഘടനക്കാരും എതിർക്കാനും പാടില്ല. ശരിക്കും സംഘടനക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാം അവർ കാണിച്ചു തരുന്നുണ്ട്. മദ്ഹബ് നമുക്ക് കാണിച്ചു തന്നു, ഇന്ന മദ്ഹബാ പഠിക്കേണ്ടത്, ഈ 4 മദ്ഹബ്. അപ്പം നമ്മളൊക്കെയും ഏകദേശമൊക്കെ അവിടെ ആൾക്കാരൊക്കെ ഷാഫി മദ്ഹബുകാരാണ്. അവർ ഈമാൻ്റെ വിഷയത്തിൽ ഒരു കാണിച്ചു തന്നു, ഏതെങ്കിലും മദ്ഹബ് അശ്ശരി മാതൃ പഠിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ഇഹ്സാന്റെ വിഷയത്തിൽ മാത്രം അവർ മിണ്ടിയില്ല. അത് അതിൻ്റെ ജീവനാ. അത് എന്തുകൊണ്ട് ഇന്ന ത്വരീഖത്ത് നിങ്ങൾ പിടിക്കണം, ഇന്ന വഴി, ഈ രൂപത്തിൽ പോകുന്ന വഴി പിടിക്കണം, ഒരു ശൈഖിനെ പിടിക്കണം, ഒരു ത്വരീഖത്ത് പിടിക്കണം എന്ന് എന്തുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കണില്ല? ഷാഫി മദ്ഹബിൻ്റെ ആൾക്കാരാണല്ലോ നമ്മൾ. ഷാഫി മാമന് ശൈഖുണ്ടല്ലോ. ഷാഫി മദ്ഹബിലെ സർവ്വ പണ്ഡിതന്മാർക്കും ശൈഖുണ്ടല്ലോ. ശൈഖില്ലാത്ത ഏത് പണ്ഡിതനാണുള്ളത് ഷാഫി മദ്ഹബിൽ?
നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഷെയ്ഖ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ട് ഇതാണ് ഇതിന്റെ കമാലിയത്ത്? നമ്മൾ ഈ മദ്ഹബ് പ്രകാരം അത് ഒരു ഇസ്ലാമിക രാജ്യം വരുമ്പോൾ ഒരു കോടതി വരും, ആ കോടതിയിൽ വിധിക്കാനുള്ള വിധിന്യായങ്ങളാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതിൻ്റെ അപ്പുറത്തു കൂടെയാണ്, വീണ്ടും സൂക്ഷ്മതയൊക്കെ പോകണം. അതുകൊണ്ടാണ് ഇതിൻ്റെ ഓദറായ ഷാഫി ഇമാമ് വരെ ഷെയ്ഖിനെ പിടിച്ചത്. അതുകൊണ്ട് ഷെയ്ഖ് വേണം എന്ന് പഠിപ്പിക്കാതെ, ഷെയ്ഖ് വേണ്ട, നമ്മുടെ സംഘടന മതി, നമ്മുടെ ഉസ്താദ്മാര് മതി, കിതാബ് മതി എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് വഹാബിസത്തിന്റെ അതിപ്രസരമാണ്. നമ്മൾ അതിന്റെ ഗൗരവം ശ്രദ്ധിക്കണം. എന്തിനാ നമ്മൾ മറ്റുള്ളവരെ പേടിക്കേണ്ട ആവശ്യം? നമ്മളെ സത്യം വിളിച്ചു പറയാൻ ഇത്രയും മൊഹീദ്ദീൻ പള്ളി ഇവിടെ ഉണ്ടാകുന്ന കാരണം എന്താ? ഖാദിരിയ ത്വരീഖത്ത് ഇവിടെ ഒരുപാട് ഉണ്ടായിരുന്നു. 100 കൊല്ലം മുമ്പ് അങ്ങനെ ആയിരുന്നു. ആ പ്രതാപം നമ്മൾ നഷ്ടപ്പെട്ടു അല്ലേ? ഖാലിയ മുഹമ്മദ് അലിയുള്ളാഹിന് എന്തിനാ മൊഹീദ്ദീന്മാർ അവിടെ എഴുതിയത്? അത് പാടാൻ അത്രയും ആൾക്കാർ അവിടെ ഉണ്ടായതുകൊണ്ടാണ്, കോഴിക്കോട്. കാരണം എന്താ, അവിടെല്ലാം എഴുതിയിട്ട് കാര്യമുള്ളൂ. അങ്ങനെ പാപ്പക്ക് അങ്ങനെ വഴി ഉണ്ടായതുകൊണ്ട് പാപ്പ എഴുതിയത്. അമ്പത്ത തങ്ങളും ജിഫ്രി തങ്ങളും ഉമർ ഖാദിയും മഹദൂമികളും, മഹദൂമി പാരമ്പര്യം നമ്മൾ പറയാ. ഏതാ നമുക്ക് മഹദൂമി പാരമ്പര്യം തന്നെ ഖാദിരിയ ത്വരീഖത്താ അല്ലേ? എല്ലാവർക്കും അറിയണല്ലേ ഇതൊക്കെ. അപ്പൊ നമ്മക്ക് വന്ന ഫാൾട്ട് അവിടെയാണ്. എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയെടുക്കുക? നമുക്ക് എങ്ങനെ ഇത് നഷ്ടപ്പെട്ടു പോയി? ആ വ്യക്തിനെ പറയുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യുക, ബേജാറ് വരികയാണ്. അങ്ങനെ പറഞ്ഞാൽ അത് ഓലമ്പിൽ എന്താ മറുപടി പറയാ? വഹാബികളുടെ മുമ്പിലേ ഓലമ്പിൽ നമ്മളെന്തിനും മറുപടി പോകുന്നത്? ഓല ആരാ നമുക്ക് മറുപടി? നമ്മളെ ഓലെ പരിഗണിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മക്ക് നമ്മളെ മഹാന്മാരെ ഇമ്മത്തെ കാണിച്ച രൂപത്തെ വിട്ട് പോയാൽ പോരെ? ഹബീബായ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നിടത്ത് പോലും അങ്ങനെ പറഞ്ഞാൽ പ്രശ്നമാവും. എങ്ങനെ പറഞ്ഞാൽ പ്രശ്നമാവും? എങ്ങനെയും ബഹുമാനിക്കുക, ശിർക്കും കുഫ്റും ആഞ്ഞാൽ മതി. ഇതല്ലേ അതിൻ്റെ മുഹബത്തിൻ്റെയും തഅ്ലീമിൻ്റെയും നിയമം. അങ്ങനെയല്ലേ നമ്മളെന്തിനും പേടിക്കണേ? ഈ തഅ്ലീമും അദബും ഇതൊക്കെ കുറഞ്ഞതിൻ്റെ പേരിലല്ലേ, അതല്ലേ ഈമാൻ കുറഞ്ഞു വരാനുള്ള കാരണം. ഉമ്മത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു മാർഗം അത് തന്നെയാണ്. ഹബീബായ റസൂലുള്ളാഹിലേക്ക് മടങ്ങുക, ഔസുൽ ആലമിലേക്ക് മടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.